കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പോലും പ്രസംഗിച്ചത് മതം വിട്ടുപോകുന്ന പെണ്ണിനെ പറ്റിയാണ്. പെണ്ണിന് വേണ്ടി മതം ഉപേക്ഷിക്കുന്ന കാമുകൻ, ചെക്കന് വേണ്ടിയിട്ട് മതം ഉപേക്ഷിക്കുന്ന പെണ്ണ് കൂടുതലാണ്. പക്ഷേ ആ കാലമൊക്കെ പോയി, ആ കാലമൊക്കെ മാറിയിട്ട് ഇന്ന് മതം വിട്ടുപോകുന്നവരുടെ കണക്കെടുത്ത് നോക്കിയാൽ നാട്ടുകാരുടെ ഭക്ഷണം കഴിച്ച് പള്ള വീർപ്പിച്ച് സമുദായത്തിന്റെ ചോറ് കഴിച്ച് ചോരയും നീരും വന്ന നിരവധി പ്രഭാഷണ മേഖലകളിൽ സജീവമായിരുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെട്ടിരുന്ന പലരും ആദർശത്തിന്, ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൽപ്പിച്ചുകൊണ്ട് മതം വിട്ടുപോയി എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ചിന്തിക്കണം. ഒളിച്ചോടിപ്പോയ പെണ്ണ് മാത്രമല്ല, ഒളിച്ചോടിപ്പോയി മതം വിട്ടുപോയ ഒരു പെണ്ണ് മാത്രമല്ല, മതം വിട്ടുപോയ പുരുഷൻ മാത്രമല്ല, ഇപ്പൊ ആരാണ് മതം വിട്ടുപോകുന്നത്? ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ നൂറുകണക്കിന് ആളുകളുടെ മുന്നിലിരുന്നു കൊണ്ട് വിശാലമായ ദീനിന്റെ വിശാലമായ കാരുണ്യത്തെ പറ്റിയിട്ട് വാചാലമായി പ്രസംഗിച്ച പലരും മതം വിട്ടുപോയി ഇന്ന് മതത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ചില ഇരുളിന്റെ സന്തതികളോടൊപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന കാലത്താ ഞാനും നിങ്ങളും ഉള്ളത്. ഇന്ന് ദീന് വിട്ടുകളഞ്ഞ് ഓരോ മനുഷ്യരും ജീവിക്കുന്ന രീതി കണ്ടാൽ, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഇത് ഇത്രയേ ഉള്ളൂ ദീൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും മതം വിട്ട് മറ്റേതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രത്തിലേക്ക് ചേക്കേറിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് നിലനിർത്താൻ പറഞ്ഞത് മഹാനായ നൂഹ് നബി മുതൽ ഇബ്രാഹിം നബി മുതൽ മൂസ ഈസ പ്രവാചകന്മാരെ മുതൽ ആരംഭപൂവായ ഹബീബായ പ്രവാചകൻ അടക്കമുള്ള 1.25 ലക്ഷത്തോളം വരുന്ന പ്രിയപ്പെട്ട പ്രവാചകന്മാരോട് അള്ളാഹു അറിയിച്ച സന്ദേശം നിങ്ങൾ ദീൻ മുറുകെ പിടിക്കണമെന്നാണ്. അതാണ് അവർ സമുദായത്തോട് ദഅവത്ത് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഇനി ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ നമ്മൾ ദീൻ ഉപേക്ഷിക്കുവോ? ഭൂമി പിളർക്കപ്പെട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് പോയി എന്നിരിക്കട്ടെ, എന്നാലും നമ്മൾ പരിശുദ്ധമായ ദീൻ ഉപേക്ഷിക്കുമോ? നമുക്കതിന് കഴിയോ? ഈ അലറി വിളിക്കുന്ന സാഗരം എരച്ചു കയറിയിട്ട് എന്നെയും നിങ്ങളെയും നക്കി തുടച്ചെടുത്തുകൊണ്ട് പോയാലും അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഉപേക്ഷിക്കൂലല്ലോ. വലിയ അഗ്നിജ്വാലയിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞ് ആ അഗ്നിയിലിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും അള്ളാഹുവിന്റെ ദീന് നമ്മൾ ഉപേക്ഷിക്കൂല. അതാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അൻഅഖീമുദ്ദീൻ, നിങ്ങൾ ഒരിക്കലും ദീനിനെ വിട്ട് കളിക്കരുത്, അള്ളാഹുവിന്റെ ദീനെ നിങ്ങൾ നിലനിർത്തണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി അല്ലാഹു പറഞ്ഞു, അത് ഇന്ന് ഈ സമുദായത്തിന് ഇല്ലാത്ത കാര്യമാണ്. ഈ റബീഉൽ അവ്വൽ വന്ന് നിങ്ങൾ ഇവിടുന്ന് നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ മതി. റബീഉൽ അവ്വലാണല്ലോ. എത്ര പള്ളികൾ ഏതെല്ലാം മോഡലിലാണ് ഈ റബീഉൽ അവ്വലിനെ കാണുന്നത്. ഞാൻ തുറന്നു പറയാൻ, ഈ കണിയാപുരത്ത് ഈ ആലിൻമൂട്ടിൽ നിന്നുകൊണ്ട് ഒന്ന് ഇടതുഭാഗത്തേക്ക് ആറ്റിങ്ങലിലേക്കോ വലതുഭാഗത്തേക്ക് തിരുവനന്തപുരത്തിലേക്കോ നിങ്ങൾ യാത്ര ചെയ്താൽ ഓരോ പള്ളികളെ നിങ്ങൾ സമീപിക്കണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ആ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം എന്താണ്, ആ പള്ളിയിലെ ഇമാമിന്റെ അഭിപ്രായം എന്താണ്, നിലപാടെന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധന നടത്തിയാൽ മനസ്സിലാകും. റബീഉൽ അവ്വലിന്റെ വിഷയത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ഒത്തൊരുമയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ മൈക്ക് കെട്ടിയിട്ട് ഉറക്കെ വിളിച്ചു പറയുമ്പോ ഇതര സമുദായത്തിലെ ആളുകൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു ശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊന്നും അവരറിയാത്തവരല്ല. കാരണം നമ്മുടെ ചർച്ചയും വാദപ്രതിവാദവും ഒക്കെ പരസ്യമായി പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. പോകട്ടെ, ഒരു 5 മാസം പിന്നിട്ടാൽ റബീഉൽ ആഖിറും ജമാദുൽ ഊലയും ജമാദുൽ ആഖിറും റജബും ശഅബാനും കഴിഞ്ഞാൽ വിശുദ്ധമായ റമളാനെത്തും. ആ റമളാനെത്തുമ്പോ നോമ്പ് തുറന്നിട്ട് ഇശാഇന്റെ ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് സഞ്ചരിക്കണം. ഈ പറയപ്പെട്ട ആറ്റിങ്ങലിലേക്കോ അല്ലെങ്കിൽ അനന്തപുരിയിലേക്കോ നിങ്ങൾ ആലിമൂട്ടിൽ നിന്ന് യാത്ര ചെയ്താൽ ഓരോ പള്ളികളിൽ എങ്ങനെയാണ് തറാവീഹിനെ സമീപിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അവിടത്തെ ഇമാമിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾക്ക് മനസ്സിലാകും.
ഈ സമുദായത്തോട് അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്താ? നിങ്ങളെ ദീനിനെ മുറുകെ പിടിക്കണം. വലാ തതഫറഖൂ ഫീഹി, നിങ്ങളെ ദീനിൽ ഒരു കാരണവശാലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഒത്തൊരുമയോടെ നിൽക്കണം. ഈ സമുദായത്തിൽ ഒത്തൊരുമയുള്ള ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? ഈ സമുദായത്തിൽ ഒത്തൊരുമയുള്ള ഏതെങ്കിലും വിഷയമുണ്ടോ? പെരുന്നാളും നോമ്പും ഒക്കെ പല നാടുകളിലും പല ദിവസങ്ങളിലാണ് നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാന്റെ ഖുർആനിന്റെ ശക്തമായ ഭാഷയാണ്. ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ചേർന്ന് നിൽക്കണം. അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ ഞാനും നിങ്ങളും ബഹുദൂരം പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. ഭിന്നിക്കാതെ ചേർന്ന് നമ്മൾ നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ഒരു ആയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഒരുപാട് ഐക്യത്തെ പറ്റി പ്രസംഗിക്കേണ്ടതില്ല, ഭിന്നതയെ പറ്റിയിട്ട് ഒരുപാട് പ്രസംഗിക്കേണ്ടതില്ല. ഒരേ ഒരു ആയത്ത് ഞാൻ ഓതട്ടെ. സൂറത്തുൽ അംബിയായിലെ 92-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദാ വഅന റബ്ബുക്കും ഫഅബ്ദൂ. അല്ലാഹു പറയുകയാണ്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദാ. ഈ സമുദായം ഒറ്റ സമുദായമാണ്. ഈ സമുദായം ഒറ്റ സമുദായമാണ്. നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ചിന്തകൾ ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലേക്ക് കടന്നു വരട്ടെ. ഓരോ ആയത്തുകളും ഒന്ന് ഇരുത്തി ചിന്തിക്കണേ സഹോദരങ്ങളെ. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളഞ്ഞിട്ട് പോകേണ്ടതല്ല. കേവലം വിശുദ്ധ ഖുർആന് ഓതി ബറക്കത്തെടുക്കാൻ മാത്രമുള്ളതല്ല. വാപ്പ മരിക്കുമ്പോൾ വീട്ടിൽ ഓതാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഖുർആൻ നൂറുൽ ഹുദാ ഖുർആൻ അക്കാദമിയിൽ പഠിക്കാനും മാത്രമുള്ളതല്ല. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അഫലാ തഅഖിലൂ അഫലാ തുബ്സിറൂ അഫലാ തഅലമൂ അഫലാ യൻളുറൂ. അല്ലാഹു ചോദിക്കുന്നു, ചിന്തിക്കുന്നില്ലേ മനുഷ്യ? നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കുക. അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്താണ്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദാ. ഈ സമുദായം ഒരു സമുദായമാണ്. ഈ ഉമ്മത്ത് ഒറ്റ ഉമ്മത്താണ്, ഒറ്റ സമുദായമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറയുന്നത് എന്തെന്നറിയോ? വഅന റബ്ബുക്കും ഫഅബ്ദൂ. ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ നാഥനാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, സംരക്ഷിക്കുന്നത് ഞാനാണ്, അവസാനം സംഹരിക്കുന്നത് ഞാനാ. നിങ്ങളുടെ ഖാലിഖും റാസിഖും മാലിക്കും മുഹയ്യും മുമീത്തും ഞാനാണ്. ഇത് പറയുന്നത് അല്ലാഹു തആല എപ്പോഴെന്നറിയോ? ഈ സമുദായം ഒരേ ഒരു സമുദായമാണ്, ഒറ്റ സമുദായമാണ്. ഇതിന് രണ്ട് സമുദായമില്ല, ഒരൊറ്റ സമുദായമാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ അതേ ആയത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ നിങ്ങൾ ആരാധിക്കണം. ചോദിക്കട്ടെ കണിയാപുരത്തുകാരാ, ആദരണീയനായ നൂറുൽ ഹുദാ PK കോയ മൗലാന നഗറിൽ ഒരുമിച്ച് കൂടിയ ഇസ്ലാമിന്റെ അനുഗ്രഹീതമായ ഈ തണലിലേക്ക്, വിജ്ഞാനത്തിന്റെ മലർവാടിയിലേക്ക്, സ്വർഗത്തിന്റെ സുവനത്തിലേക്ക് കടന്നു വന്ന എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, സഹോദരങ്ങളെ, ചോദിക്കട്ടെ, അല്ല പറയുന്നു ഞാൻ നിങ്ങളുടെ റബ്ബാണ്, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, റബ്ബ് എത്രയുണ്ട്? എത്ര പടച്ചവനുണ്ട്? ഒരു പടച്ചവനല്ലേ ഉള്ളൂ, ഒരു പടച്ചവനല്ലേ ഉള്ളൂ. രണ്ട് അല്ല ഉണ്ടെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? രണ്ട് അല്ല ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും സംഘടന പറയുന്നുണ്ടോ അല്ല രണ്ടുണ്ടെന്ന്? ഇല്ല. അല്ല ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ല ഏകനാണെന്ന് ആർക്കും എതിരഭിപ്രായമില്ല. സർവശക്തനായ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏകനാണ്. അല്ല ഏകനാണെങ്കിൽ, അല്ലാഹു ഏകനാണ്, ഞാൻ ഒരാളാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറയുന്നതിന് തൊട്ടു മുമ്പല്ല പറഞ്ഞത് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും വാഹിദാ ഉമ്മത്തൻ വാഹിദാ. അറിയണേ, ഈ സമുദായം ഒറ്റ സമുദായമാണ്. ഈ സമുദായം മുസ്ലിം ഉമ്മത്ത് ഒറ്റ സമുദായമാണ്, ഒരു സമുദായമാണ്. ഒരു അല്ലാഹ്, ഒരു ഖുർആൻ,
ഖുർആൻ, ഒരു നബി, ഒരു ഖിബില, ഇതെല്ലാം ഒന്ന് മാത്രമാണെങ്കിൽ അല്ലാഹ് പറയുന്നു ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഈ സമുദായം ഒറ്റ സമുദായമാണ്. നിങ്ങൾ എന്തിനാണ് ഭിന്നിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഭിന്നിക്കുക? സംഘടനകൾ പലതുമായിക്കോട്ടെ, പ്രശ്നമല്ല. ആദർശപരമായിട്ടൊന്ന് ചേർന്ന് നിൽക്കാൻ ഈ സമുദായത്തിലെ നേതാക്കന്മാർക്ക് കഴിയാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യ റബീ കടന്നു വരുമ്പോ, അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനം പാടില്ലെന്ന് പറഞ്ഞൊരു വിഭാഗം നടക്കുമ്പോ, സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനത്തില് അനിസ്ലാമിക പേക്കൂത്തുകൾ നടത്തിയിട്ട് വലിയ വലിയ വാഹനങ്ങൾ വിളിച്ചിട്ട് അതിൽ വലിയ വലിയ ബോക്സുകൾ കെട്ടിപ്പൊക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് അപദാനങ്ങൾ പറയുന്നതിന് പകരം അള്ളാന്റെ റസൂല് നിരോധിച്ച സംഗീതങ്ങൾ പറഞ്ഞുകൊണ്ട്, പാട്ട് പാടിക്കൊണ്ട്, സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് പള്ളിയുടെ മുറ്റത്തുകൂടി പോകുമ്പോ, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ലുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അനൗൺസ്മെന്റ് നിർത്തുന്നില്ല. എന്നിട്ട് പള്ളിയുടെ മുറ്റത്തുകൂടി പോയാൽ ഇറങ്ങി നിസ്കരിക്കില്ല. വൈകുന്നേരം ഒരു പടുകൂറ്റൻ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്, തലമുറ തലമുറ കൈമാറിക്കെടാറ് ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, വലിയ സമ്മേളനം വെച്ചു. ആ സമ്മേളനത്തില് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നൊരു പ്രതിനിധിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇതിനിടയിൽ എത്രയോ ലിറ്റർ കള്ള് കുടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിന്റെ പേരിൽ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് പിരിവെടുത്തു. എന്നിട്ട് ആളുകളെ പറയിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണോ റസൂലുള്ളാഹിന്റെ പേരിൽ ജന്മദിനമാഘോഷം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കോത്തുകള്? ഒരു ഭാഗത്ത് നബിദിനാഘോഷം വേണ്ടയെന്ന് പറയുന്നവര്, മറുഭാഗത്ത് അതിര് കടന്നു പോയിട്ട് ഇസ്ലാമിനെ പറ്റി മോശമായി ജനങ്ങളുടെ ഇടയിൽ, പൊതു സൊസൈറ്റിയിൽ, പൊതുസമൂഹത്തിന്റെ പ്ലാറ്റ്ഫോമില് അള്ളാന്റെ ഹബീബിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പേക്കോത്തുകൾ നടത്തുമ്പോ അള്ളാഹ് പറയുകയാണ്, ഭിന്നിച്ചു പോകരുതേ നിങ്ങള്. അള്ളാഹു ഏകനാണ്, റസൂല് ഒരാളാണ്, കഅബ ഒന്നാണ്, ഖിബില ഒന്നാണ്, ഖുർആൻ ഒന്നാണ്. പിന്നെന്തിന് നിങ്ങൾ ഭിന്നിക്കണം? വിശുദ്ധമായ റമദാൻ എത്തുമ്പോ തറാവീഹിന്റെ പേരില്, രാത്രിയുടെ നിസ്കാരത്തിന്റെ പേരില് എന്തിന് നിങ്ങൾ ഭിന്നിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ് പറയുന്നു, അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഈ വിഷയങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ എത്ര പേര് ജീവിതത്തിൽ വലിയ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്, അതിന് ഏറ്റവും വലിയ ജാഗ്രതയോടുകൂടി എത്ര പേര് ആ വിഷയത്തെ നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഇടനെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് സൂറത്തു ശൂറായിലെ 13-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല നിലനിർത്താൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു പറയുന്നു, ശറഅ ലക്കും മിനദ്ദീനി മാ വസാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസൈനാ ബിഹി ഇബ്രാഹീം വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറായിലൂടെ പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഏതൊരു സമുദായത്തിനു വേണ്ടിയാണോ ആ സമുദായം കൈവിട്ട് കളയുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. 4 പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് 5ാമതൊരു പ്രവാചകനോട് അല്ലാഹു തആല പറയുന്ന ചുരുക്കത്തിൽ 5 പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂക്തമാണ്. അല്ലാഹു പറയുന്ന 5 പ്രവാചകന്മാരാരാണെന്നറിയോ? ശറഅ ലക്കും മിനദ്ദീനി മാ വസാ ബിഹി നൂഹ, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പടച്ച തമ്പുരാൻ വസിയത്ത് ചെയ്ത കാര്യമേതാണ്? വല്ലദീ ഔഹൈനാ ഇലൈക, ആരംഭപ്പൂവായ അബ്ദുള്ളയുടെ പൊന്നുമോന് ആമിനയുടെ തങ്കക്കുടമായ ഏതൊരു പ്രവാചകന്റെ സുന്ദരമായ ജന്മദിനം ആഘോഷിക്കാനാണോ നമ്മൾ
കാലേ കൂട്ടി കരുതിയിരിക്കുന്നത്. ആ പ്രവാചകരോട് അല്ലാഹു വഹിയറിയിക്കുകയാണ്, നബിയേ അങ്ങയോട് നാം വഹിയറിയിക്കുന്ന കാര്യവും വമാ വസൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോടും മൂസ നബിയോടും ഈസ നബിയോട് അല്ലാഹ് എന്താണോ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ 5 പ്രവാചകന്മാരെ പറ്റിയാണ് അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന് മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമയാണ്. രണ്ടാമത്തേത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. മൂന്നാമതായി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമയാണ്. നാലാമത് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമയാണ്. അഞ്ചാമതായി സഫിയുല്ലാഹി മുഹമ്മദ് മുസ്തഫ. 5 പ്രവാചകന്മാരോടും അല്ലാഹു വസിയ്യത്ത് ചെയ്തത്, 5 പ്രവാചകന്മാർക്ക് സന്ദേശം കൈമാറിയത് ഏതൊരു വിഷയത്തെ പറ്റിയാണെന്നറിയോ? ആ വിഷയമാണ് എന്നെ കേൾക്കുന്ന നൂറുൽ ഹുദാ ഖുർആൻ അക്കാദമിയുടെ ഈ പരിപാടിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 പ്രവാചകന്മാരോടും അല്ലാഹു ഏതൊരു കാര്യത്തെയാണോ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, ഏതൊരു വിഷയത്തെ പറ്റിയാണോ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ളത്, ആ കാര്യമാണ് എന്നോട് നിങ്ങളോടും അല്ലാഹു പറയുന്നത്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നിയമമാക്കിയത് ആ ഒരു കാര്യമാണ്. ആ കാര്യത്തെയാണ് നിങ്ങൾ കൈവിട്ട് കളയല്ലേ, മുറുകെ പിടിക്കണേ, അത് നിങ്ങൾ നിലനിർത്തണേ, ചേർത്ത് നിർത്തണേ എന്ന് അല്ലാഹു പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര കൊടുങ്കാറ്റടിച്ചു വീശിയാലും, ഏതു മലവെള്ളപ്പാച്ചിൽ വന്നാലും, ഏതു പ്രളയം വന്നാലും, എവിടെ നിന്നെല്ലാം പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ആളിക്കത്തിയാലും, അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ ഏൽപ്പിച്ച ആ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ കരിക്കപ്പെട്ടാലും, നമ്മൾ അടിച്ചൊതുക്കപ്പെട്ടാലും, നമ്മളുടെ ശരീരം കീറിമുറിക്കപ്പെട്ടാലും, നമ്മുടെ ശരീരം ചോര ചാലിട്ടൊഴുകുന്ന രീതിയിൽ ആക്രമിക്കപ്പെട്ടാലും, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു അനഖീമുദ്ദീൻ, ഒരിക്കലും നിങ്ങൾ ദീന് കൈവിട്ട് കളയരുത്. ആ ദീനിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു 4 സ്ഥലങ്ങളിൽ നിലനിർത്താൻ വേണ്ടി പറഞ്ഞതിൽ ഒന്നാമത്തേത് സൂറത്ത് ശൂറായിലാണെന്ന് പറഞ്ഞല്ലോ. 5 പ്രവാചകന്മാരോടും അല്ലാഹു വഹിയറിയിച്ചു. എന്തേ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറയുമ്പോ 20 പ്രവാചകന്മാരോടും ഇത് വസിയ്യത്ത് ചെയ്തില്ലെന്നാണോ? 5 പ്രവാചകന്മാരെ എന്തിനാണ് അല്ലാഹു തആല ഇതിൽ പറഞ്ഞതെന്നറിയോ? ഈ 5 പ്രവാചകന്മാരും അനുയായികൾ ധാരാളമുള്ള പ്രവാചകന്മാരാ. ഇബ്രാഹിം നബിയും നൂഹ് നബിയും മൂസ നബിയും ഈസ നബിയും മുഹമ്മദ് മുസ്തഫയും അനുയായികൾ ധാരാളമുള്ളവരാ. മാത്രമല്ല ഈ 5 പ്രവാചകന്മാരും സീനിയർ പ്രവാചകന്മാരാണ്. മാത്രമല്ല ഈ 5 പ്രവാചകന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉലുൽ അസ്മുകളെന്നാണ്. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചങ്കൂറ്റത്തോടെ ഓരോ ശിക്ഷകളും ഓരോ പ്രതിഷേധങ്ങളെയും പ്രതിഷേധ കൂരമ്പുകളെയും തന്റെ നെഞ്ചിലേക്ക് വന്ന് കൊള്ളുമ്പോഴും ചങ്കൂറ്റത്തോടെ ആണത്വത്തോടെ നേരിട്ട പ്രവാചകന്മാരാ. അവര് ദൃഢനിശ്ചയത്തിന്റെ പ്രവാചകന്മാരാ, അവര് ആണത്വത്തിന്റെ പ്രവാചകന്മാരാ. ഈ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മുകളായി അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ ആ 5 പ്രവാചകന്മാരെ അല്ലാഹു എടുത്തു പ്രതീകമായി വെച്ചുകൊണ്ട് പറയുകയാണ്, ഓ കണിയാപുരത്തുകാരാ, എന്നെ കേൾക്കുന്ന മതബോധമുള്ള ദീനീ ബോധമുള്ള പെങ്ങളെ, അല്ല പറയുകയാണ് ഈ 5 പ്രവാചകന്മാരോടും അല്ലാഹു സന്ദേശം കൈമാറിയത്, ഈ 5 പ്രവാചകന്മാരോടും പടച്ചതമ്പുരാന് പഠിപ്പിച്ചു കൊടുത്തത്, അവർക്ക് നിയമമാക്കിയത്, അവരോട് വസിയ്യത്ത് ചെയ്തത് അല്ലാഹു പറയുന്നു ഒരു കാരണവശാലും അല്ലാഹു നമുക്ക് തന്ന ദീനിനെ കൈവിട്ട് കളയാൻ പാടില്ല. ആ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കണം, അതിനെ നമ്മൾ ചേർത്ത് വെക്കണം. ഒരിക്കലും നമ്മൾ അതിൽ ഭിന്നത പോലും പാടില്ല. പരസ്പരം നമ്മൾ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് ഓരോ സഹോദരങ്ങളെ പോലെ, ഒരു ഉമ്മ വാപ്പ മക്കളെ പോലെ ഒരുമിച്ച് നിന്ന് അള്ളാന്റെ ദീനിനെ മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്നാമത്തെ കാര്യമാണ് അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്.